ഗായ്സ്, നമുക്ക് ഈ 3 കാർഡ്ബോർഡ് റോളും കുറച്ച് സാധനങ്ങൾ വെച്ച് അടിപൊളി ക്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. 2 കാർഡ്ബോർഡിൻ്റെ വട്ടം, 2 കാർഡ്ബോർഡിൻ്റെ റോള്. ഇത് ഊഞ്ഞാലാടുന്നത് അനിയനും ചേച്ചിയും കൂടിയിട്ടാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 2 കാർഡ്ബോർഡ് റൗണ്ടുകളും കൂടിയിട്ട് ഒട്ടിച്ചെടുക്കണം ഗായ്സ്. ഇതെൻ്റെ ആ ഒരു കബോർഡിൻ്റെ കാർഡ്ബോർഡാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം പശ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടത് വേഗം ഫാസ്റ്റ് അടിച്ച് കാണിച്ചതാണ്. അപ്പം ഇത് ഒട്ടത്തില്ല. അതിന് വേണ്ടി നമ്മൾ സൈഡിൽ സെലോ ടേപ്പ് ഒട്ടിക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതങ്ങനെ പശയല്ലേ, വേഗം ഒട്ടത്തില്ല ഗൈസ്. വേഗം ഒട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിക്കണം. നമ്മൾ നല്ലപോലെ തല്ലിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെലോ ടേപ്പ് ഒട്ടിക്കണം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലോ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ സെലോ ടേപ്പ് അടർത്തി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതൊക്കെ ഉണ്ടോ, ക്യാമറമാൻ ചേച്ചിയാണ്. ചേച്ചി ഊഞ്ഞാലാടുന്ന നിർത്തിയിട്ട് ക്യാമറമാനായി. അപ്പം അനിയത്തി ഉണ്ട് കേട്ടോ സഹായിക്കാൻ. അനിയത്തി ഉണ്ട്. അവൾ സഹായം ചെയ്തിട്ട് അവൾ അങ്ങോട്ട് പോയി. അവളുടെ കാല് കാണുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്മൈൽ വെച്ചിട്ട് അത് കാണിക്കാതെ മറച്ചത്. അപ്പം നമ്മൾ എല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിച്ചെടുക്കേണ്ട രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യോ, അടന്നു പോയി ഗൈസ്. നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മളിതാ കാൽഭാഗം ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ 2 പെയിൻറ്റ്സ് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂവും വൈറ്റും വെച്ചിട്ട്. അപ്പം ലൈറ്റ് ബ്ലൂ ഇല്ലാത്തതിനാൽ നമ്മൾ ഡാർക്ക് ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മേലേക്ക് അടിച്ചെടുക്കുന്നുള്ളത് ഗൈസ്. കണ്ടോ കണ്ടോ ഗൈസ്. അപ്പം സെലോ ടേപ്പിൻ്റെ മീത്തെ കുറച്ച് പണിയാണ് നമ്മളെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഇതൊക്കെ കണ്ടോ ഗൈസ്. പെയിൻറ്റ് ഇതാണ്. അപ്പം നമ്മൾ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിവിടെ ഫാനിൻ്റെ അടിയിൽ ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ റോളുകളുടെ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആ റോളിനൊരു മാർക്കപ്പ് ചെയ്തെടുക്കണം. മറ്റേ റോൾ അതിനോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് വേണം. അത് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് ഇൻസേർട്ട് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. വേഗം കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കതിലോട്ട് ഇൻസേർട്ട് ആവുമോ എന്ന് നോക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ആവുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസേർട്ട് ഇന്ന് കുറച്ച് പോർഷൻ കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ആവുമോ എന്തോ. പോകുന്നുണ്ട് ഗൈസ്, ചെറുങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിന് നമ്മുടെ പെയിൻ്റ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ എല്ലാം പെയിൻ്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ടാക്കി കൊടുക്കാം ഗൈസ്. പ്രസ് കയ്യിലൊക്കെ പെയിൻറ്റ് പറ്റി, കുഴപ്പമില്ല. നമ്മൾ കുറച്ചും കൂടി വെട്ടിയെടുക്കാം ഗൈസ്. കുറച്ചും കൂടി വെട്ടിയെടുത്തിട്ട് വരാം. നമ്മൾ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെ അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെട്ടിയെടുത്തു. ഇപ്പം ഏകദേശം അടിപൊളിയായിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഏകദേശം അടിപൊളിയായിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ട്. അപ്പം ഇതേപോലെയാണ് ഇരിക്കുന്നുള്ളത്. ആ സാധനത്തിന് നീളം കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. നമുക്ക് ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. സാധനത്തിന് കുറച്ച് നീളം കൂടിപ്പോയി. നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് കുറച്ച് നീളം കൂടിപ്പോയി ഗൈസ്. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു പോർഷനിലായിട്ടാണ്, അറ്റത്തായിട്ടാണ് വെക്കേണ്ടത്. അത് നമ്മൾ ഗ്ലൂഗൺ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഗ്ലൂഗൺ ചൂടായിട്ട് അത് തമ്മിൽ ഒട്ടിപ്പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂഗൺ എടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്ലൂഗൺ മസ്റ്റ് ആയിട്ടാണ്. പേപ്പറിൽ അങ്ങനെ പറ്റത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ കാർഡ്ബോർഡിലൊക്കെ അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേഗം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ. ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതിനോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇതേപോലെയാണ് വേണ്ടത്. കുറച്ച് നേരം ഇതിങ്ങനെ വയ്ക്കാം. ഇതേപോലെ ആ സൈഡിലൊക്കെ ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അഥവാ ഇളകിപ്പോയാലോ പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. നമുക്കതവിടെ വെച്ച് കൊടുക്കണം ഗൈസ്. ആ ഒരു പോർഷനിലായിട്ട് വെച്ച് കൊടുക്കണം. നമുക്ക് ഗ്ലൂ വെച്ചിട്ട് അതാക്കി കൊടുക്കാം.
നമ്മൾ ഗ്ലൂ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അത് വളഞ്ഞു പോയി ഗൈസ്, കുറച്ച് വളഞ്ഞു പോയി. അപ്പോൾ നമ്മൾ അളത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി വീണ്ടും അവിടെ ഗ്ലൂ തേച്ച് കൊടുക്കണം. നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഗ്ലൂ സ്റ്റിക്കൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. നമ്മളത് ഒട്ടിച്ചിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കല്ലുകൾ ഒട്ടിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ നോർമലി നമ്മുടെ പുറത്തൊക്കെ മുറ്റത്തൊക്കെ കാണുന്ന കല്ലുകളില്ല, അതുകൊണ്ട് ഞാൻ ഫിഷിൻ്റെ കല്ലുകളാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മുമ്പ് കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു. ഗപ്പിയായിരുന്നു കേട്ടോ, ഗപ്പി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ കളർ വാലൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് കുറേ എണ്ണം അത് പെരുകി കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയിട്ട് വരുമ്പോഴേക്കും ചില എണ്ണം ഇവിടെ ഒരു ബക്കറ്റിലായിരുന്നു ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായത്. കുറേ ഉണ്ടായിരുന്നു. ചില എണ്ണം അതിൽ ചത്തിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ കുറേ എണ്ണത്തിനെ കാണുന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലാക്കി എൻ്റെ മീൻ മുഴുവനായിട്ടും പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫിഷിൻ്റെ സ്റ്റോറി. അതുകൊണ്ട് ഈ കല്ലൊക്കെ ബാക്കി വന്നു കേട്ടോ ഗൈസ്. കുറേ കല്ലുണ്ട് അവിടെ. ആ ഒരു പുറകിലൊരു പാത്രത്തിൽ കാണുന്ന മുഴുവൻ കല്ലുകളാണ്. നമ്മളിതിൽ ഇടയ്ക്കിടയ്ക്ക് കുറേ കല്ലുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് പൂവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനോട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കാണ് നല്ലത്, മറ്റേതാണെങ്കിൽ വാടിയിട്ട് മുഴുവനായിട്ടും കുളമായിപ്പോവും. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫ്ലവർ വേസ് പോലത്തെ ഉണ്ടായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ നിന്ന് പൊക്കിയെടുത്തു ഗൈസ്. അപ്പം നമ്മളിതുപോലെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളത് ഗ്ലൂഗൺ തേച്ചിട്ടാണല്ലോ ഒട്ടിക്കേണ്ടത്. നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പം ഓക്കെ കേസ്. അപ്പം നമ്മൾ ഗ്ലൂഗൺ ആ ഒരു മൂലയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ചെടി വെച്ചാൽ അത് ഉണങ്ങിയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രോസസ്സും ഏകദേശം ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഗ്ലൂഗൺ നല്ലപോലെ ഒട്ടിയിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വലിച്ച് പറിച്ചെടുത്താലേ ആ കല്ലൊക്കെ ഇളകിയിട്ട് വരുള്ളൂ ഗൈസ്. ചെടികൾ ഓരോന്നാണ് നമ്മൾ ഒട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വലിഞ്ഞ് വരുന്ന പോർഷനൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പം അതിങ്ങനെ വലിഞ്ഞ് വരും. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, കയ്യിൽ മുഴുവനാവും. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം ഇങ്ങനെ കയറി വരും ഗൈസ്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലതിൽ പൂവും മൊട്ടും മാത്രമേ ഉള്ളൂ, ചിലതിൽ ഇലയും പൂവും ഉണ്ട്, ചിലതിൽ ഇല മാത്രമേ ഉള്ളൂ, ചിലതിൽ പൂവ് മാത്രമേ ഉള്ളൂ, ചിലതിൽ മൊട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ വലിഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മളിതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാ കലകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വാട്ടറിനെ പോലെ തോന്നിക്കാൻ വേണ്ടി ഗ്ലൂഗൺ അച്ചാണം മുച്ചാണം അങ്ങനെ വരച്ചു കൊടുക്കുക വട്ടത്തിൽ. വാട്ടർ ഫാളെന്ന് പറയുമ്പോൾ അതിൽ വാട്ടറാണല്ലോ മെയിൻ. അപ്പം ഇനി അതിൽ നിന്നിങ്ങനെ താഴോട്ട് വീഴുന്നത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടൈൽസിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലോ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഇതിൽ അടിപൊളിയായിട്ട് നമ്മുടെ വാട്ടർഫാൾ സെറ്റായിട്ടുണ്ട്. ഇത് ഇടയിൽ വെച്ച് ഗ്ലൂഗൺ സ്റ്റിക്ക് തീർന്നു പോയി, ഞാൻ ഇങ്ങനെയൊക്കെയോ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറേ ചെടി എക്സ്ട്രാ ഒട്ടിച്ചെടുത്തു, അതുപോലെ തന്നെ കുറേ കല്ലുകൾ എക്സ്ട്രാ ഒട്ടിച്ചെടുത്തു. ഇതേപോലെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എനിക്കൊരുപാട് ഇഷ്ടമായില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ലൈക്കും ചെയ്യണേ. കൂടാതെ നമ്മുടെ ഗിവ് അവേ ആരും മറന്നിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.